ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആധാർ കാർഡ് ഉള്ളവരെല്ലാം 2025 മാർച്ച് മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, ആധാർ കാർഡ് 10 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, നിങ്ങളുടെ ആധാറിൽ പഴയ മൊബൈൽ നമ്പറാണ് ഉള്ളതെങ്കിൽ അത് പ്രവർത്തനരഹിതമാണെങ്കിൽ ആ നമ്പർ മാറ്റി പകരം നിങ്ങളുടെ പുതിയ ആക്റ്റീവായ മൊബൈൽ നമ്പർ ചേർക്കുവാനും ശ്രദ്ധിക്കുക. ഇനി ആധാറിൽ ഇതുവരെ മൊബൈൽ നമ്പർ ചേർക്കാത്തവർ അത് ചേർക്കുവാനും ശ്രദ്ധിക്കുക. ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ പുതുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങളുടെ ഫോട്ടോയാണ്. ഇപ്പോൾ ആധാർ ID ഉപയോഗിച്ച് ഫേസ് ഒതന്റിക്കേഷൻ പല കാര്യങ്ങൾക്കും വരുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ പുതിയ ഫോട്ടോ നൽകുകയാണെങ്കിൽ ആധാർ ഒതന്റിക്കേഷൻ സുഗമമാകുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങളും പുതുക്കുവാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് മൊബൈൽ നമ്പർ ആധാറിൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് ആധാർ ഒരു പ്രധാന രേഖയാണ്. മാത്രമല്ല, ഗ്യാസ്, റേഷൻ, പെൻഷൻ, PM കിസാൻ തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈയടുത്ത് നടത്തിയ റേഷൻ മസ്റ്ററിംഗിൽ നിരവധി പേർ പരാജയപ്പെട്ടിരുന്നു. ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തതാണ് ഈ റേഷൻ മസ്റ്ററിംഗ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം. അതിനാൽ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് സൗജന്യ ഇൻഷുറൻസ് പദ്ധതി പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ അധിഷ്ഠിത OTP ഉണ്ട്. എന്നാൽ ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കാത്തവർക്ക് ഈ OTP ലഭിക്കില്ല. അതുമൂലം ആനുകൂല്യം നഷ്ടപ്പെട്ടേക്കാം. അതിനാൽ നിങ്ങളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളും എല്ലാം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ആധാർ അപ്ഡേറ്റ് ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ആധാർ സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിന് ജൂൺ 14-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനാൽ അപ്ഡേറ്റ് ചെയ്യാത്തവർ അത് ചെയ്യുക. അടുത്ത അറിയിപ്പ്, ആധാർ കാർഡിൽ വൻ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി. ആധാർ വെരിഫിക്കേഷൻ എളുപ്പമാക്കുക എന്ന ലക്ഷ്യമാണ് ആപ്പ് പുറത്തിറക്കാൻ കാരണം. QR കോഡുകൾ വഴി UPI പേയ്മെന്റുകൾ നടത്തുന്നത് പോലെ സിമ്പിളായിരിക്കും ആപ്പ് വഴിയുള്ള ആധാർ വെരിഫിക്കേഷൻ എന്ന് മന്ത്രി വ്യക്തമാക്കി. QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള തൽക്ഷണ വെരിഫിക്കേഷനും ഒതന്റിക്കേഷനുമാണ് ആപ്പിന്റെ ഹൈലൈറ്റ്. തത്സമയ ഫേസ് IDയും ആപ്പിന്റെ പ്രത്യേകതയാണ്. പുതിയ ആപ്പ് പൂർണ്ണമായി സജ്ജമാകുന്നതോടെ ഫിസിക്കൽ ആധാർ കാർഡുകളും ഫോട്ടോ കോപ്പികളും കൊണ്ട് നടക്കേണ്ട സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കാനാകും. ഒരുപക്ഷെ ആധാർ കാർഡ് പൂർണ്ണമായും ഡിജിറ്റലായി മാറിയേക്കുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. കൂടാതെ ആവശ്യമായ വിവരങ്ങൾ മാത്രമായും പങ്കിടാൻ കഴിയും. ആധാർ ആപ്പ് ശക്തമായ സ്വകാര്യത ഉറപ്പാക്കുകയും ആധാർ ഡേറ്റയുടെ ദുരുപയോഗം അല്ലെങ്കിൽ ചോർച്ച നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കി. ആപ്പിന്റെ പ്രാധാന്യം കണക്കാക്കുമ്പോൾ അധികം വൈകില്ലെന്നാണ് അറിയിപ്പ്. അടുത്ത അറിയിപ്പ്, ആധാറിൽ തിരുത്തലുകൾ വരുത്തുന്നതിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കർശനമായിട്ടുള്ള നിബന്ധനകൾ വെച്ചിരിക്കുകയാണ്. ഇനി മുതൽ ജനനതീയതി ഒരു പ്രാവശ്യം മാത്രമേ തിരുത്താൻ അനുവദിക്കൂ. അതുപോലെ മറ്റു തിരുത്തലുകൾക്കും കർശനമായ നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത്. പേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിന് മറ്റ് കൃത്യതയുള്ള രേഖകൾ കൂടി വേണ്ടിവരുന്നതാണ്. മറ്റൊരറിയിപ്പ്, 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡും പുതുക്കുവാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഒക്കെ ലഭിക്കുന്നതിന് ആധാർ ഒരു പ്രധാന രേഖ തന്നെയാണ്. അതിനാൽ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക. ആധാറുമായി ബന്ധപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.